നമ്മുടെ അക്കൗണ്ട്സ് ബുക്കിലെ അക്കൗണ്ടുകൾ നമുക്കൊന്ന് പരിചയപ്പെടാം. അക്കൗണ്ട്സ് ക്രിയേഷൻ എന്ന് പറയുന്ന ഈ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആപ്ലിക്കേഷൻ ആദ്യമായി ഓപ്പൺ ചെയ്ത് വരുമ്പോൾ നമുക്ക് പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള അക്കൗണ്ടുകളുടെ ഒരു ലിസ്റ്റാണ് കിട്ടുക. ഏത് സമയത്ത് എടുത്തു കഴിഞ്ഞാലും നമ്മുടെ ആപ്ലിക്കേഷനിലുള്ള എല്ലാ അക്കൗണ്ടുകളും ഇവിടെ ലിസ്റ്റ് ചെയ്ത് വരും. ഇപ്പോൾ നമ്മൾ ആദ്യമായിട്ട് വന്നതായതുകൊണ്ട് നമ്മൾ ആദ്യമായിട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള അക്കൗണ്ടുകളുടെ ലിസ്റ്റാണ്. അതിലൊന്നാമതായി കാണുന്നത് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മുടെ സ്ഥാപനത്തിലേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് എത്രയാണെന്ന് കാണിക്കാൻ, അതേപോലെ ക്യാഷ് അക്കൗണ്ട് ക്യാഷ് ഹാൻഡിൽ ചെയ്യാൻ, എക്സ്പെൻസ് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സാമ്പിൾ അക്കൗണ്ടാണ് മിസ്ലേനിയസ് എക്സ്പെൻസ് എന്ന് പറയുന്നൊരു അക്കൗണ്ട് ഇട്ടു. പർച്ചേസ് സെയിൽ നടത്തുന്ന ഒരു സ്ഥാപനമാണെങ്കിൽ അതിന് പർച്ചേസ് ഹാൻഡിൽ ചെയ്യാനുള്ള പർച്ചേസ് അക്കൗണ്ട്. റെൻ്റ് എക്സ്പെൻസ് എന്ന് പറയുന്നത് നിങ്ങളുടെ സ്ഥാപനത്തിൻ്റെയോ അല്ലെങ്കിൽ നിങ്ങളുടെ വീടിൻ്റെയോ റെൻറ്റ് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അക്കൗണ്ടാണത്. അതുപോലെ തന്നെ സാലറി ഇൻകം എന്ന് പറയുന്ന ഒരു അക്കൗണ്ട് കാണാം. നമ്മൾക്ക് സാലറി ഉള്ള ആളാണെങ്കിൽ നമുക്ക് അതിൻ്റെ സാലറി ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതേപോലെ നേരത്തെ പറഞ്ഞതുപോലെ പർച്ചേസ് സെയിൽ നടത്തുന്ന സ്ഥാപനമാണെങ്കിൽ അതിനുള്ളൊരു സെയിൽസ് അക്കൗണ്ട് കാണാം. പിന്നെ ഒരു ബാങ്ക് അക്കൗണ്ടിൻ്റെ ഒരു സാമ്പിൾ അക്കൗണ്ട് കൊടുത്തിട്ടുണ്ട്, ടെസ്റ്റ് ബാങ്ക് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ആ ബാങ്ക് നിങ്ങളുടെ ബാങ്കായിട്ട് എഡിറ്റ് ചെയ്തെടുക്കാനും പറ്റും. അതായത് ഓരോ അക്കൗണ്ട് നമുക്ക് ഇവിടുന്ന് എഡിറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതായത് നിങ്ങൾ ഈ ബാങ്ക് അക്കൗണ്ടാണ് എഡിറ്റ് ചെയ്യേണ്ടതെങ്കിൽ അതിൻ്റെ നേരെയുള്ള ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ബാങ്കിൻ്റെ പേര് കിട്ടും. അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ബാങ്കിൻ്റെ പേര് കൊടുക്കാം. അതായത് SBI ആണ്. അതിൻ്റെ നമ്പർ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്പർ കൂടി കൊടുത്ത് നിങ്ങൾക്കതിനെ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ ആ അക്കൗണ്ട് അവിടെ ആ പേരിൽ നമുക്ക് കാണാം. ഇനി ഒരുപാട് അക്കൗണ്ടുകൾ ഉണ്ടെങ്കിൽ അത് നമുക്ക് സെർച്ച് ചെയ്തെടുക്കാനുള്ള ഒരു സെർച്ച് ബട്ടൺ ഫെസിലിറ്റി അവിടെ ഉണ്ട്. അത് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് സെർച്ച് ചെയ്തെടുക്കാം. ഒരുപാട് അക്കൗണ്ടുകൾ നിങ്ങളുടെ ആപ്ലിക്കേഷനിൽ ഉണ്ടെങ്കിൽ അത് അവയെ ഫിൽട്ടർ ചെയ്തെടുക്കാൻ നിങ്ങൾ പ്രസ് ചെയ്യുന്ന ക്യാരക്ടർ അനുസരിച്ച് ഫിൽട്ടർ ചെയ്തെടുക്കാൻ പറ്റും. പുതിയൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനാണെങ്കിൽ ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്. ആ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പുതിയ ഒരു അക്കൗണ്ടിനുള്ള ഫോം വരും. അവിടെ ഒരു പേര് കൊടുക്കാം. അതേപോലെ തന്നെ അത് ഏത് ഗ്രൂപ്പിൻ്റെ കീഴിലാണ് എന്ന് പറയുകയും ചെയ്യണം. അപ്പോൾ ആ ഗ്രൂപ്പ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ അക്കൗണ്ട്സിൻ്റെ ചാർട്ട് ഓഫ് അക്കൗണ്ടിൻ്റെ ഗ്രൂപ്പ് സ്ട്രക്ചർ ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്. അത് മനസ്സിലാക്കാനായി ഗ്രൂപ്പ് ക്രിയേഷൻ എന്നുള്ള ഈ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാം നമ്മുടെ ചാർട്ട് ഓഫ് അക്കൗണ്ട് പ്രധാനമായിട്ടുള്ള ബേസിക് ഗ്രൂപ്പുകൾ എന്ന് പറയുന്നത് ക്യാപിറ്റൽ, അസറ്റ്സ്, ലയബിലിറ്റീസ്, ഇൻകം, എക്സ്പെൻസ് എന്നാണ്. അതിൽ ഓരോന്നിൻ്റെ കീഴിൽ പല സബ് ഗ്രൂപ്പുകൾ കാണാം. അസറ്റ്സിൻ്റെ കീഴിലാണെങ്കിൽ കറണ്ട് അസറ്റ്സ്, ഫിക്സഡ് അസറ്റ്സ് കാണാം. അതിൽ കറണ്ട് അസറ്റ്സിൻ്റെ കീഴിൽ വീണ്ടും സബ് ഗ്രൂപ്പുകൾ കാണാം, ബാങ്ക് അക്കൗണ്ട്സ്, ക്യാഷ് ഇൻ ഹാൻഡ് എന്നിവ. ഇപ്പോൾ ഉദാഹരണത്തിന് ക്യാഷ് ഇൻ ഹാൻഡിൻ്റെ കീഴിലാണ് ക്യാഷ് എന്ന് പറയുന്ന ഒരു അക്കൗണ്ട് നമുക്ക് കാണാൻ പറ്റുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എടുക്കുന്ന അക്കൗണ്ടുകൾ ഏത് അക്കൗണ്ട് എടുത്തു കഴിഞ്ഞാലും ആ അക്കൗണ്ട് നമ്മളൊരു ഗ്രൂപ്പിൻ്റെ കീഴിലായിരിക്കും ക്രിയേറ്റ് ചെയ്യുക. നേരത്തെ നമ്മൾ കണ്ട ക്യാഷ് അക്കൗണ്ട് ക്യാഷ് ഇൻ ഹാൻഡ് എന്ന് പറയുന്ന ഗ്രൂപ്പിൻ്റെ കീഴിലാണുള്ളത്. അത് ക്രിയേറ്റ് ചെയ്യുന്നത് എന്താണെന്ന് ക്രിയേറ്റ് ഫോമിലെ ഹെൽപ്പിൽ നമുക്ക്